എല്ലാവർക്കും ടാലൻറ്റിൻ്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് ഫിസിക്സിലെ 9ാം ക്ലാസ്സിലെ ഫിസിക്സിലെ ഫസ്റ്റ് ചാപ്റ്റർ ദ്രവ ബലങ്ങൾ. ഇപ്പോൾ എല്ലാം ഓൺലൈൻ ക്ലാസ്സിലേക്കായി നിങ്ങൾ ഇപ്പോൾ ഈ സമയത്തൊക്കെ ക്ലാസ് നടക്കണം, റെഗുലറായിട്ട് ക്ലാസ് നടക്കേണ്ടതാണ്. പക്ഷേ ഈ കൊറോണ കാരണം നമുക്ക് ഈ ക്ലാസ്സൊക്കെ മിസ്സായിരിക്കും. പക്ഷേ പലരും ഓൺലൈൻ ക്ലാസ് അതിൻ്റേതായ സീരിയസ്നെസ് എടുക്കുന്നില്ല. ഓൺലൈൻ ക്ലാസ് കൃത്യമായിട്ട് ഫോളോ ചെയ്യണം. കാരണം നിങ്ങൾക്ക് വേറെ ക്ലാസ് ഇല്ല. കൃത്യമായിട്ട് ഇതിൽ നിന്നൊക്കെ ഈ ഇപ്പോൾ പഠിപ്പിക്കുന്നത് തന്നെ ചോദ്യം വരും, അവസാനം ക്ലാസ് കിട്ടിയില്ല എന്ന് പറഞ്ഞ് വിഷമിക്കരുത്. അതുകൊണ്ട് ഓൺലൈൻ ക്ലാസ് കൃത്യമായി പങ്കെടുക്കണം, കൃത്യമായിട്ട് നോട്ട്സ് എഴുതിയെടുക്കണം. ഓൺലൈൻ ക്ലാസ് പലരും ഒരു 60% പേരും പല സീരിയസ് ആയിട്ട് എടുക്കുന്നില്ല. പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ഇപ്പോൾ നമുക്ക് ഇങ്ങനെ ക്ലാസ് കൊടുക്കാൻ കഴിയത്തുള്ളൂ. ഇപ്പോൾ അവർ തന്നെ പറയും, ഇപ്പോൾ ഈ ഇങ്ങനത്തെ ഒരു സാഹചര്യം നിലനിൽക്കുന്നത് കൊണ്ട് അവർ തന്നെ മാർച്ച് വരെ ഓൺലൈൻ ക്ലാസ് തന്നെ പോട്ടെ, ഇപ്പോൾ എടുത്ത ക്ലാസ് ഇറങ്ങി ഇങ്ങനെ പോട്ടെ എന്ന് പറഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ നമുക്ക് അതൊക്കെ മറക്കാം. നമുക്ക് ആദ്യം ഈ ഫിസിക്സിൽ 9ാം ക്ലാസ്സിലെ ഫിസിക്സും മാത്സും കുറച്ച് ടഫാണ്. കുറച്ച് ടഫ് എന്നാൽ അത്രത്തോളം പഠിക്കാനെന്നല്ല, ഒരുപാട് കൺസെപ്റ്റാണ്. കാണാതെ പഠിച്ച് നമുക്ക് എഴുതാൻ പറ്റുന്നതല്ല, അല്ലാതെ പഠിച്ച് നമുക്ക് അല്ലാതെ കാണാതെ പഠിക്കാതെ കാര്യം മനസ്സിലാക്കി വേണം പഠിക്കാൻ. അപ്പോൾ നമുക്ക് 9ാം ക്ലാസ്സിലെ ഫിസിക്സിലെ ഫസ്റ്റ് ചാപ്റ്റർ ദ്രവബലങ്ങൾ. ഈ ദ്രവബലങ്ങളിലെ പ്രധാനമായിട്ട് വരുന്ന ഫസ്റ്റ് ടോപ്പിക് അല്ലെങ്കിൽ ആദ്യത്തെ ഭാഗം എന്ന് പറയുന്നത് പ്ലവക്ഷമ ബലം. എന്താണ് പറയാ പ്ലവക്ഷമ ബലം. പിന്നെ വരുന്നത് ആർക്കിമിഡീസ് തത്വം. പിന്നെ കേശികത്വം. ഇതൊക്കെയാണ് ഇതിലെ പ്രധാനപ്പെട്ട ടോപ്പിക്സ്. നിങ്ങൾ എഴുതിയെടുക്കണമെന്നില്ല. പ്ലവക്ഷമ ബലം, ആർക്കിമിഡീസ് തത്വം, കേശികത്വം, ഇതൊക്കെയാണ് ഇതിലെ പ്രധാനപ്പെട്ട ഒരു 3 ടോപ്പിക്സ്. ഈ പ്രധാനപ്പെട്ട ഈ ടോപ്പിക്സിൽ നിന്ന് നമുക്ക് ആദ്യം പഠിക്കേണ്ടത് അറിയാമല്ലോ, പ്ലവക്ഷമ ബലം. എന്താണ് പ്ലവക്ഷമ ബലം എന്നുള്ളത്? പ്ലവക്ഷമ ബലം എന്താണോ അയ്യോ. അപ്പൊ ദ്രവബലങ്ങളെ പറ്റിയാണ് പഠിക്കുന്നത്. ഞാൻ എല്ലാ ദ്രവങ്ങൾ വെള്ളം, മണ്ണെണ്ണ, തേൻ, ഉപ്പുവെള്ളം, ഇതിനൊക്കെ പറ്റിയായിരിക്കും ഫുള്ള് പഠിക്കുന്നത്. അപ്പൊ ആദ്യം ദ്രവബലങ്ങളില്ല. ആദ്യം നമുക്കൊരു എക്സാമ്പിളിലൂടെ നോക്കാം. ഒരു ഉദാഹരണം, വെള്ളം എടുത്തു, ഒരു ബോട്ടിൽ വെള്ളം എടുത്തു, അല്ലെങ്കിൽ ഒരു ബക്കറ്റിൽ വെള്ളം എടുത്തു. ഒരു പ്ലാസ്റ്റിക് കുപ്പി എടുത്തു. ഈ പ്ലാസ്റ്റിക് കുപ്പി പൊങ്ങിക്കിടക്കുമ്പോൾ താഴെ പോകും. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ വീട്ടിൽ ചെന്ന് ചെയ്ത് നോക്കിയാലും ഇത് പ്ലാസ്റ്റിക് കുപ്പി പൊങ്ങിയേ കിടക്കത്തുള്ളൂ. ഈ പ്ലാസ്റ്റിക് കുപ്പി പൊങ്ങി കിടക്കുന്നു. ഇതിന് കാരണം എന്താണ്? കാരണമുണ്ട്. അല്ലെങ്കിൽ നമ്മൾ ഉത്സവപ്പറമ്പിൽ പോയപ്പോൾ നമ്മളെ ഹൈഡ്രജൻ ബലൂൺ പൊങ്ങി പറന്ന് ഇങ്ങനെ പോകും. അപ്പോഴൊക്കെ നമ്മൾ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും, അയ്യോ ഹൈഡ്രജൻ ബലൂൺ ഇങ്ങനെ പോകണം, എനിക്കുള്ള വാങ്ങിച്ചതാണേ പറയുള്ളൂ. പക്ഷെ അപ്പോൾ നിങ്ങൾ ചിന്തിക്കൂല എന്തുകൊണ്ട് ഇത് പൊങ്ങിപ്പോകുന്നു, എന്തുകൊണ്ടാണ്? ഒരിക്കലും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാണ് ഈ ഹൈഡ്രജൻ ബലൂൺ അല്ലെങ്കിൽ ഹീലിയം ബലൂൺ, മറ്റേ ബെൻഡനും മറ്റേ ആരൊക്കെ ചോട്ടാ ഭീം ആരൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അവരൊക്കെ ആകാശത്തൊക്കെ പറന്ന് നടക്കുന്നതാണ്. ഒരിക്കലും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ട് ഇത് എന്തുകൊണ്ടാണ് വായുവിന് നിൽക്കാതെ പൊങ്ങിപ്പോകുന്നത്? അല്ലെങ്കിൽ നിങ്ങൾ ഒരിക്കലെങ്കിലും ഇത് കൈ കിട്ടുമ്പോൾ വേറൊരു നൂല് വെച്ച് കടിപ്പിച്ച് പറത്തി വിട്ടു വയ്ക്കുന്നത്? അതൊക്കെ ചെയ്ത് നോക്കണം. ഇതൊക്കെയാണ് സാധാരണക്കാരും നമ്മൾ പഠിക്കുന്ന വിദ്യാർത്ഥികൾ നമ്മൾ വ്യത്യാസമല്ല. സാധാരണക്കാരും ചിലപ്പോൾ ഇങ്ങനെ ചിന്തിക്കത്തില്ല. പക്ഷെ നിങ്ങൾ ഉറപ്പായിട്ട് എന്ത് ചെയ്യണം? ചിന്തിക്കാറില്ലേ? നിങ്ങൾ ചിന്തിക്കില്ല, നിങ്ങൾ വാങ്ങിക്കാനേ നോക്കുന്നത്. അതുപോലെ പ്ലാസ്റ്റിക് ബോട്ടിൽ എടുത്തു, ഇത് പൊങ്ങിക്കിടക്കും. ഈ പൊങ്ങിക്കിടക്കണമെങ്കിൽ ഈ ദ്രവം, അതായത് ഈ വെള്ളം എന്ന് പറയുന്ന ദ്രവം മുകളിലേക്ക് ഒരു ബലം പ്രയോഗിച്ചത് കൊണ്ടാണ് ഈ പ്ലാസ്റ്റിക് ബോട്ടിൽ അവിടെ പൊങ്ങി നിൽക്കാൻ കാരണം. ഇപ്പൊ ആദ്യം നമുക്ക് അല്ലാതെ തന്നെ ചിന്തിക്കാം. നമുക്ക് 2 തരം ബലങ്ങൾ വരും. ഒന്ന് നമ്മളെ ഗുരുത്വാകർഷണം മൂലം, അതായത് എല്ലാ വസ്തുക്കളും ഭൂമി എന്ത് ചെയ്യുന്നു? ആകർഷിക്കുകയാണ്. ഇതിനെ പറയുന്ന പേരാണ് ഗുരുത്വാകർഷണം. ഇപ്പം ഞാനായാലും നമ്മൾ ലോകത്തുള്ള എല്ലാ വസ്തുക്കളായാലും ഭൂമി ആകർഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഭൂമി ആകർഷിക്കുന്നതിനെ പറയുന്ന പേരാണ് ഗുരുത്വാകർഷണം. അപ്പൊ ആ ഗുരുത്വാകർഷണം കൊണ്ട് ഏത് വസ്തുവും താഴേക്ക് പതിക്കാനേ ശ്രമിക്കൂ. അപ്പൊ ഇവിടെ 2 തരം ബലം വരും സാധാരണ: ഗുരുത്വാകർഷണ ബലവും പിന്നെ ഈ ബലം, അതായത്
വെള്ളം മുകളിലേക്ക് കൊടുക്കുന്ന ഒരു ബലം കൂടെ. വെള്ളം മുകളിലേക്ക് കൊടുക്കുന്ന ബലം. ഈ ബലത്തിനെ പറയുന്ന പേരാണെന്ത്? പ്ലവക്ഷമ ബലം. അതായത് ഒരു ദ്രവം അല്ലെങ്കിൽ വെള്ളം ആയിക്കോട്ടെ, എന്തുവാണായിക്കോട്ടെ, മുകളിലേക്ക് കൊടുക്കുന്ന ഒരു വസ്തുവിന്മേൽ പ്രയോഗിക്കുന്ന മുകളിലേക്ക് കൊടുക്കുന്ന ഒരു ബലത്തിനെ പറയുന്ന പേരാണെന്ത്? പ്ലവക്ഷമ ബലം. ഈ പ്ലവക്ഷമ ബലം ഇവിടെ വളരെ കൂടുതൽ, ആരേക്കാൾ? ഗുരുത്വാകർഷണ ബലത്തിനേക്കാൾ വളരെ കൂടുതലായത് കൊണ്ടാണ് ഈ പ്ലാസ്റ്റിക് ബോട്ടിലിനെ താങ്ങി നിർത്താൻ കഴിഞ്ഞത്. പ്ലാസ്റ്റിക് ബോട്ടിലിനെ താങ്ങി നിർത്താൻ കഴിഞ്ഞതെന്ന് പറഞ്ഞാൽ ഈ പ്ലവക്ഷമ ബലം കൊണ്ടാണ്. അപ്പോൾ പ്ലവക്ഷമ ബലം എന്ന് പറഞ്ഞാൽ ഒരു വസ്തു അല്ലെങ്കിൽ എന്തുമായാലും ഒരു വസ്തു അതിനെ പകുതിയിൽ മുക്കിയായാലും അതായത് ഇങ്ങനെ ഫുള്ളായിട്ട് അത് മുങ്ങിക്കിടന്നാലോ ആ വസ്തുവിന്മേൽ പ്രയോഗിക്കുന്ന മുകളിലേക്ക് കൊടുക്കുന്ന ബലം, ആരാണ് ആ ബലം കൊടുക്കുന്നത്? ആ ദ്രാവകം. ആ വെള്ളം ആയിക്കോട്ടെ, ചിലപ്പോൾ ഇത് വെള്ളമാകാം, ചിലപ്പോൾ തേനാകാം, എന്തുകൊണ്ടാകാം. ആ വെള്ളം അല്ലെങ്കിൽ ആ ഒരു ദ്രവം കൊടുക്കുന്ന മുകളിലേക്ക് കൊടുക്കുന്ന ബലത്തിനെ പറയുന്ന പേരാണെന്ത്? പ്ലവക്ഷമ ബലം. ഇപ്പൊ ഈ പ്ലവക്ഷമ ഇവിടെ ഉണ്ടായ പ്ലവക്ഷമ ബലം വളരെ കൂടുതലായത് കൊണ്ടാണ് പ്ലാസ്റ്റിക് ബോട്ടിൽ എന്ത് ചെയ്യാത്തത്? താഴേക്ക് പതിക്കാത്തത്. അപ്പൊ പ്ലവക്ഷമ ബലം ഉണ്ടെങ്കിൽ, പ്ലവക്ഷമ ബലം കൂടുതലാണെങ്കിൽ ആ വസ്തുവിനെ താങ്ങി നിർത്തും. സ്ഥിരം ചോദ്യം എന്ന് പറയുമ്പോൾ ഇപ്പൊ രാമു അല്ലെങ്കിൽ രാജു, സ്ഥിരം ചോദ്യം നിങ്ങൾക്ക് കാണാമല്ലോ. രാമും രാജുവിൻ്റെ ഒരു പ്രധാനപ്പെട്ട ആൾക്കാർ. അപ്പൊ ഈ രാമു കളിച്ചുകൊണ്ടിരുന്നപ്പോൾ ബോൾ പെട്ടെന്ന് കിണറ്റിലേക്ക് പോയി. രാമു നോക്കിയപ്പോൾ വെള്ളത്തിൽ കിണറ്റിൽ പൊങ്ങിക്കിടക്കുന്നു ബോൾ. അപ്പൊ അവിടെ ആലോചിച്ചു, ബോൾ എടുക്കാതെ ആലോചിച്ചുകൊണ്ടിരിക്കുക, എന്തുകൊണ്ട് പൊങ്ങിക്കിടക്കുന്നു? അവിടെയൊക്കെ വെള്ളത്തിന് പ്ലവക്ഷമ ബലം, കിണറ്റിലെ വെള്ളത്തിന് പ്ലവക്ഷമ ബലം കൂടുതലായത് കൊണ്ടാണ് ആ റബ്ബർ ബോൾ താന്ന് പോകാതെ. ഇതൊക്കെയാണ് സ്ഥിരം ചോദിക്കുന്നത്. അപ്പൊ നമ്മൾ ആദ്യം പ്ലവക്ഷമ ബലം എന്താണെന്ന് നമ്മൾ ഡയറക്റ്റ് ടോപ്പിക്കിലേക്ക് പോകാം. ഇത് ഒരുപാടുണ്ട്, ഒരുപാട് ഇതിന്റെ എക്സാമ്പിളൊക്കെ ഒരുപാട്. നമ്മുടെ ഷിപ്പ്, അതായത് കപ്പൽ, വലിയ കപ്പലൊന്നും മുങ്ങി പോകൂല. അതായത് കടൽ വെള്ളത്തിൽ അത്രത്തോളം പ്ലവക്ഷമ ബലം ഉള്ളതാണ്. അങ്ങനെയൊക്കെ ഒരുപാട് ചോദ്യങ്ങൾ വരും. അപ്പൊ നമുക്ക് ആദ്യം പ്ലവക്ഷമ ബലം എന്താണ് എഴുതിക്കോളൂ. പ്ലവക്ഷമ ബലം എന്താണെന്ന്? പ്ലവക്ഷമ ബലം എന്ന് ഹെഡിങ് കൊടുക്കുക. പ്ലവക്ഷമ ബലം. ഒരു വസ്തു എഴുതിക്കോണേ. ഒരു വസ്തു ദ്രവത്തിൽ ഭാഗികമായോ പൂർണ്ണമായോ മുങ്ങിയിരിക്കുമ്പോൾ ആ ദ്രവം വസ്തുവിൽ മുകളിലേക്ക് ഒരു ബലം പ്രയോഗിക്കപ്പെടുന്നു. ഈ ബലമാണ് പ്ലവക്ഷമ ബലം. നിങ്ങൾക്ക് അടുത്തോളം ചോദിക്കാം. ഇപ്പൊ എന്താ പറയാ, ഒരു ഞാനോട് ചോദിച്ചു നോക്കും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പൊ ഒരു വെള്ളത്തിന്റെ അത് റബ്ബർ ബോട്ടേക്ക് അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ബോട്ടേക്ക് എന്തുകൊണ്ട് താന്ന് പോകുന്നില്ല, ആരോടും ചോദിച്ചു നോക്കും. അവർക്ക് അറിയില്ലായിരിക്കും. കറക്റ്റായിട്ടൊരു എക്സ്പ്ലെയിൻ ചെയ്ത് പറയാനൊന്നും കഴിയത്തില്ല. അപ്പൊ നിങ്ങൾക്ക് പറയാനുള്ളൂ പ്ലവക്ഷമ ബലം കൊണ്ടാണ്. പ്ലവക്ഷമ ബലം കൊണ്ട് ഏതൊരു വസ്തുവിന്മേൽ ഒരു ദ്രവം മുകളിലേക്ക് ഒരു ബലം പ്രയോഗിക്കപ്പെടുന്നുണ്ട്. ആ ബലം ഈ വസ്തുവിനെ താങ്ങി നിർത്താൻ കഴിയുന്നുമുണ്ട്. ആ ബലത്തിനെ പറയുന്ന പേരാണെന്ത്? പ്ലവക്ഷമ ബലം. ഒരുപാട് എക്സാമ്പിൾസ് ചോദിക്കും. ഒരുപാട് എന്താ പറയാ ചോദിക്കുന്നത്. ഞാൻ നേരത്തെ പറയാം, രാമു രാജു അവരെ കഥ എൻ്റെ എടുക്കാം. അവരായിരിക്കും വെച്ചിട്ടായിരിക്കും ചോദിക്കുന്നത്. രാമോ രാജു അങ്ങോട്ടോ ഇങ്ങോട്ടോ പോയപ്പോൾ ഇത് കണക്ക് കണ്ടു, എന്തുകൊണ്ട്? അപ്പോൾ എഴുതണം പ്ലവക്ഷമ ബലം. അപ്പൊ എന്താണ് പ്ലവക്ഷമ ബലം ചോദിക്കും. ഡയറക്റ്റായിട്ട് ഒരിക്കലും ചോദിക്കില്ല. എന്താണ് പ്ലവക്ഷമ ബലം ഡയറക്റ്റായിട്ട് ചോദിക്കില്ല, ഈ കഥകൾ വെച്ചായിരിക്കും ചോദിക്കുന്നത്. അപ്പൊ നമുക്ക് ഇതെന്റെ ഒരു എക്സാമ്പിൾ ചോദിക്കാം, അല്ലെങ്കിൽ ഒരു ഉദാഹരണം. പ്ലവക്ഷമ ബലം. അപ്പം ഒരു ദ്രവം വെള്ളം. അപ്പോൾ വേറൊരു എക്സാമ്പിൾ പറയാം.
വെള്ളം വലിയൊരു കല്ലെടുത്തിട്ട് കല്ല് സ്വാഭാവികം കല്ല് പൊങ്ങി കിടക്കൂല, എന്ത് ചെയ്യും? താന്നു പോകും. അവിടെയും ഈ ദ്രവം വെള്ളം പ്ലവക്ഷമ ബലം കൊടുക്കാൻ ശ്രമിച്ചു. പക്ഷേ ആ പ്ലവക്ഷമ ബലം താഴേക്ക് വരുന്ന ഒരു ബലം നേരത്തെ ഉണ്ടെന്ന് ഞാൻ പറയും. 2 തരം ബലം, ഒന്ന് ഗുരുത്വാകർഷണ ബലവും പിന്നെ ഈ പ്ലവക്ഷമ ബലം. ഈ പ്ലവക്ഷമ ബലം ഗുരുത്വാകർഷണ ബലത്തിനേക്കാളും വളരെ കുറവാണ്. അതായത് താങ്ങി നിർത്താൻ പറ്റത്തില്ല. പ്ലവക്ഷമ ബലം കുറവ്. ഈ പ്ലവക്ഷമ ബലം കുറവായത് കൊണ്ടാണ് ഈ കല്ല് എന്ത് ചെയ്യുന്നത്? താഴേക്ക് പതിച്ചത്. അപ്പോൾ പൊങ്ങിക്കിടക്കണമെങ്കിൽ പ്ലവക്ഷമ ബലം കൂടുതലായിരിക്കും. ആരേക്കാൾ? വസ്തുവിനേക്കാൾ കൂടുതലായിരിക്കും. വസ്തുവിൻ്റെ താഴേക്ക് കൊടുക്കുന്ന ബലത്തിനേക്കാൾ ബലം കൂടുതലായി, ദ്രവബലം അതായത് പ്ലവക്ഷമ ബലം വളരെ കൂടുതലായിരിക്കും. എങ്കിൽ മാത്രമേ ഇത് താങ്ങി നിർത്താൻ പറ്റത്തുള്ളൂ. അപ്പോൾ പ്ലവക്ഷമ ബലം എന്താണെന്ന് മനസ്സിലായല്ലോ? ഒന്നുമില്ല. പ്ലവക്ഷമ ബലം എന്ന് പറഞ്ഞാൽ ദ്രവം കൊടുക്കുന്ന, മുകളിലേക്ക് കൊടുക്കുന്ന ബലത്തിനെ പറയുന്ന ബലമാണ് പ്ലവക്ഷമ ബലം. ആ ബലം ഉള്ളത് കൊണ്ടാണ് വസ്തു പൊങ്ങിക്കിടക്കാൻ കാരണം. ഇത് നിങ്ങൾ ചെയ്യേണ്ടത് ഇതിൻ്റെ ഒരു എക്സാം, അതായത് ഉദാഹരണം നേരത്തെ പറയണം. ഹൈഡ്രജൻ നിറച്ച ബലൂൺ എഴുതിക്കോളൂ. ഉദാഹരണം എഴുതേണ്ടത് ഹൈഡ്രജൻ. സ്ഥിരം ചോദിക്കാനേ. ഹൈഡ്രജൻ നിറച്ച ബലൂൺ വായുവിൽ ഉയർന്നു പറക്കുന്നു. അവിടെയും കാരണം ഈ ഒഴുകുന്ന എല്ലാ വസ്തുവും അല്ലെങ്കിൽ ഒഴുകുന്ന എല്ലാ ഇതും ദ്രവം എന്ന് പറയും കേട്ടോ. ഒഴുകുന്ന എല്ലാം ദ്രവം. നമ്മളെ വായു ഒഴുകിയല്ലേ പോകുന്നത്. അതെന്താ? ദ്രവമാണ്. വായു ഒഴുകിയല്ലേ പോകുന്നത്. നമ്മളെ വായു. അപ്പൊ ഈ ദ്രവം എന്ന് പറയുന്നത് ഓക്കെ അതെ. അപ്പോൾ ഹൈഡ്രജൻ ബലൂൺ ഉയർന്നു പൊങ്ങിപ്പോകുന്നു. അതായത് അവിടുത്തെ പ്ലവക്ഷമ ബലം, അതായത് വായുവിൻ്റെ പ്ലവക്ഷമ ബലം കുറവാണ്. ഈ വായുവിൻ്റെ പ്ലവക്ഷമ ബലം കുറവായത് കൊണ്ടാണ് ഈ ഹൈഡ്രജൻ ബലൂൺ എന്ത് ചെയ്യുന്നത്? പറന്ന് പോകുന്നത്. നിങ്ങൾ ഇനി കൈ കിട്ടും. നിങ്ങൾ ഇതുപോലത്തെ ബലൂണുകൾ ഇനി കൈ കിട്ടും. ഇനി ഉത്സവമൊക്കെ ഇനിയൊന്നും ഉണ്ടാവും എനിക്ക് അറിയത്തില്ല. ഉത്സവമായാലും എന്താ ആൾ കൂടുന്നതൊക്കെ തന്നെ ഇപ്പോൾ ഒരു കുറവല്ലേ. ഇനി അങ്ങനെ ഒരു ബലൂൺ കൈ കിട്ടിയാൽ തന്നെ നിങ്ങൾ ഒരു നൂലിട്ട് കെട്ടി അതിനെ പറത്തി വിട്ടു പോകണം. ഏകദേശം എത്ര ദൂരം പോകുന്നുണ്ടോ? ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണമാണ്, ഇതിൻ്റെ വേറൊരു കാരണമുണ്ട്. ഈ ഹൈഡ്രജൻ എന്ന് പറയുന്ന ഈ ഒരു വാതകം അല്ലെങ്കിൽ ഈ ഗ്യാസിന് വായുവിനേക്കാൾ സാന്ദ്രത കുറവാണ്. അതായത് വെയിറ്റ് കുറവാണ്. വെയിറ്റ് അത് മനസ്സിലാവുന്ന രീതിയിലുള്ള വെയിറ്റ്. ഈ ഹൈഡ്രജന് നമ്മൾ ഇവിടുത്തെ വായുവിനേക്കാൾ സാന്ദ്രത കുറവാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ നിൽക്കൂല. പഞ്ഞിയെ പോലെ എന്ത് ചെയ്യും? പറന്ന് പോകും. ഇത് ഏകദേശം പറന്ന് നല്ല ദൂരം പോകും കേട്ടോ. കുറച്ച് നല്ല ദൂരം പോകും. അതിനുമ്പോൾ ചിലപ്പോൾ പൊട്ടിപ്പോകും. രാത്രിയാണ് പറത്തിയാൽ പിന്നും കുഴപ്പമില്ല. രാത്രിയാണ് കാണാൻ പറ്റത്തില്ലല്ലോ. കുറച്ചുകൂടെ ദൂരത്തിൽ പോകും. അപ്പോൾ ഈ കുറച്ച് ദൂരം പോയതിന് ശേഷം പിന്നെ ഇത് പൊങ്ങിപ്പോകില്ല. പിന്നെ ഇത് കാറ്റിൻ്റെ ഡയറക്ഷനിലേക്ക് പോകും. അതിന് കാരണം പറഞ്ഞാൽ ഇത് ഒരുപാട് ദൂരം പൊങ്ങി ചെല്ലുമ്പോൾ ഈ ബലൂണിൻ്റെ അകത്തിരിക്കുന്ന ഹൈഡ്രജൻ്റെ സാന്ദ്രതയും അങ്ങ് മുകളിലേക്ക് ചെല്ലുമ്പോൾ അവിടെ ഉള്ള വായുവിൻ്റെ സാന്ദ്രത എന്താവും? തുല്യമാവും. പിന്നെ ഇത് പറന്ന് പോകും. അവിടെ തന്നെ നിൽക്കും. അതായത് കാറ്റിൻ്റെ ദിശയിലാണ്. ഇത്രയും പോകത്തില്ല. നമുക്ക് പരീക്ഷിക്കാൻ പാടാണ്. ഇത് പരീക്ഷിക്കാൻ പാടാണെന്ന് ഞാൻ പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഈ ഹൈഡ്രജൻ ബലൂൺ, അതായത് ചോട്ടാ ഭീമിൻ്റെ തലയൊക്കെയുള്ളത്, അതൊക്കെ എന്താണ് വെയിറ്റ്. അതായത് ചെറിയൊരു കാറ്റടിച്ചാൽ മതി പറന്നു പോകും. ചെറിയൊരു കാറ്റടിക്കുമ്പോൾ ഡയറക്ഷൻ എന്ത് ചെയ്യും? മാറിപ്പോകും. അപ്പം നിങ്ങൾ ഇങ്ങനെ സ്ട്രെയിറ്റ് പറത്താൻ ശ്രമിച്ചാൽ സൈഡിലേക്ക് പോകും. അതുകൊണ്ട് ഡേഞ്ചറാണ്. വല്ല റോഡിലൊക്കെ പോയാൽ പിന്നെ പാടാണ്. അപ്പോൾ നിങ്ങൾ അതിൻ്റെ എക്സാം എഴുതിയല്ലോ. ഹൈഡ്രജൻ ബലൂൺ പാറി പറന്ന് നടക്കണം. കാരണം വായുവിൻ്റെ പ്ലവക്ഷമ ബലം കുറവായതുകൊണ്ട് ഹൈഡ്രജൻ ബലൂൺ എന്ത് ചെയ്യും? പറന്ന് പോകും. അത്രയുള്ള അതിൻ്റെ എക്സാമ്പിളായിട്ട് പിന്നീട് പഠിക്കാം. അത് ക്വസ്റ്റ്യനായിട്ട് നമുക്ക് ചെയ്യാം. നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോകും. അടുത്ത ടോപ്പിക് ഈ പ്ലവക്ഷമ ബലത്തിന് കുറച്ചുകൂടെ കാര്യങ്ങളുണ്ട്. അടുത്ത ഹെഡിങ് ആയിക്കോളൂ. അടുത്ത ഹെഡിങ് പ്ലവക്ഷമ ബലം അളക്കാം. ഇത് വെച്ച് ഇതായിരിക്കും ചോദിക്കുന്നത്. ഈ പ്രോബ്ലം ആയിരിക്കും. അതായത് ഇതൊരു കണക്കാണ്, ചെറിയൊരു കണക്ക്. സ്കൂൾ കുട്ടികളാണല്ലോ പറയുന്നത്.
വളരെ എളുപ്പമുള്ള കണക്കാണ്. അപ്പോൾ ഒരു ചെറിയൊരു ബോക്സ് ഉണ്ട്, ചെറിയൊരു ബോക്സ്. ഈ ബോക്സ് വരയ്ക്കണേ. ഓൺലൈൻ ക്ലാസ് മിസ്സാക്കരുതേ. ഓൺലൈൻ ക്ലാസ് നിങ്ങൾക്ക് ഇനി ഓൺലൈൻ ക്ലാസ്സാണ്. അതുകൊണ്ട് തന്നെ ടാലന്റിന്റെ എല്ലാ ക്ലാസ്സും, ഇപ്പോൾ 9ാം ക്ലാസ് ആയിട്ട് നിങ്ങൾ 9ാം ക്ലാസ്സിന്റെ എല്ലാ ക്ലാസ്സും അറ്റൻഡ് ചെയ്യണം. സീരിയസ് ആയിട്ട് എടുക്കണം അതിനെ. കാരണം നിങ്ങൾക്ക് പിന്നീട് ഒരു ക്ലാസ് കിട്ടത്തില്ല, അറിയാൻ പറ്റത്തില്ല എന്താണ് നമ്മുടെ സാഹചര്യം. അതുകൊണ്ട് ക്ലാസ് കൃത്യമായിട്ട് ഫോളോ ചെയ്യണം. ഇപ്പൊ പലരും പഠിക്കുന്നില്ല, പലരും ഓൺലൈൻ ക്ലാസ് മിസ്സാക്കുകയാണ്. കാരണം എന്ന് പറഞ്ഞാൽ അവർക്ക് അതിന് സീരിയസ്നെസ് അറിയാത്തതാണ്. ഇപ്പൊ ഫുട്ബോൾ കളിക്കുന്നവരായാലും ക്രിക്കറ്റ് കളിക്കുന്നവരായാലും ആരായാലും ഒരു 3-4 മാസം കളിക്കാതിരുന്ന ആ കളിയോടുള്ള ടച്ച് അങ്ങ് പോകും. അതുപോലെ തന്നെയാണ് പഠിത്തവും. നിങ്ങൾ എത്രത്തോളം പഠിക്കാതിരിക്കും അത്രത്തോളം നിങ്ങൾ ടച്ച് പോയിക്കൊണ്ടിരിക്കുകയും ABCD വരെ ചിലപ്പോൾ മറന്നു. അതുകൊണ്ട് തന്നെയാണ് ഓൺലൈൻ ക്ലാസ്സെല്ലാം കൃത്യമായിട്ട് ചെയ്യണം. പേനയിട്ട് കൃത്യമായിട്ട് ചെയ്യണം. ഇപ്പൊ എനിക്ക് പലർക്കും പേന പിടിക്കാൻ തന്നെ ഇപ്പൊ പറ്റുന്നില്ല, അക്ഷരങ്ങളൊന്നും വരുന്നില്ല, കാരണം എഴുതിയിട്ട് കുറെ നാളായി. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് പഠിത്തത്തിന്റെ ടച്ച് കളയുന്നത്. 9ാം ക്ലാസ് കുറച്ച് ബുദ്ധിമുട്ടാണ് 10നേക്കാളും. അതുകൊണ്ട് 9ാം ക്ലാസ് സൂക്ഷിക്കണം. അപ്പൊ ഈ ബോക്സ് അറിയാം, ബോക്സ് ആ ബോക്സിൽ വസ്തു വായുവിലെ ഭാരം W1 കൊടുത്തോണ്ടേ. വായുവിലെ ഭാരം, ജലത്തിലെ ഭാരം, W2. ഭാരക്കുറവ് എഴുതുന്നു. അപ്പൊ ഇവിടെ എഴുതാനുള്ളത് കല്ല്. അടുത്ത മണ്ണെന്ന് എഴുതിയിരിക്കുന്നു. കല്ല് അത് എഴുതി. ലോഹ കഷ്ണം. ഇതിന് ചെയ്യാൻ പോകുന്നത് ഒരു കല്ലെടുത്തു, ചെറിയ കല്ലെടുത്തു. ഇപ്പൊ സപ്പോസ് കല്ലാണെന്ന് വെച്ചോ, ജോക്കാണ്. സപ്പോസ് കല്ലാണെന്ന് വെച്ചോ. ഇതിന് മുന്നേ ഒരു കാര്യം, വളരെ പ്രധാനപ്പെട്ട കാര്യം പറയാം. വെയിറ്റ് നമ്മളിപ്പോ വെയിറ്റ് പറയുന്നത് എന്റെ വെയിറ്റ് 60 കിലോ അല്ലെങ്കിൽ 100 കിലോ എന്നൊക്കെ പറയുന്നു. വെയിറ്റിന്റെ യൂണിറ്റ് എന്താണ്? വെയിറ്റിന്റെ അടിസ്ഥാന യൂണിറ്റ് ഇപ്പൊ നമ്മൾ പറയുന്നത് 10 കിലോ അരി വേണം അല്ലെങ്കിൽ 5 കിലോ അരി വേണം. വെയിറ്റിന്റെ അടിസ്ഥാന യൂണിറ്റ് എന്ന് പറഞ്ഞാൽ കിലോഗ്രാം അല്ല, എന്താണ്? ന്യൂട്ടനാണ്. സൈഡിൽ എഴുതി വെച്ചോ, ചോദിച്ചിട്ടുണ്ട്. സൈഡിലല്ല, ഒരു പ്രധാനപ്പെട്ട ബോക്സ് ആയിട്ടിരിക്കോ. വെയിറ്റിന്റെ യൂണിറ്റ് കിലോഗ്രാം അല്ല, ന്യൂട്ടനാണ്. ന്യൂട്ടൺ. വെയിറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഭൂമി ഒരു വസ്തുവിനെ ആകർഷിക്കുന്നു. ഫോഴ്സ് ബലമാണ്. ബലത്തിന്റെ യൂണിറ്റ് എന്താണ്? ന്യൂട്ടൺ. അപ്പൊ വെയിറ്റിന്റെ യൂണിറ്റ് ന്യൂട്ടൺ. അതുപോലെ തന്നെ മാസിന്റെ യൂണിറ്റ് ആണ് കിലോഗ്രാം. മാസിന്റെ യൂണിറ്റ് ആണെന്ത്? കിലോഗ്രാം. മാസിന്റെ യൂണിറ്റ് ആണ് കിലോഗ്രാം. പലരും തെറ്റിക്കും. ഇപ്പൊ നിങ്ങളിപ്പോ എക്സാമിൽ പോകാൻ നേരത്തെ എക്സാം ഉണ്ടാവും. 9ാം ക്ലാസ്സിലേക്ക് ക്ലാസ് ഉടനെ തുടങ്ങുമെന്നാണ് പറയുന്നത്. ഇപ്പൊ എക്സാം തുടങ്ങുന്ന നേരത്ത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് അല്ലെങ്കിൽ പൂരിപ്പിക്കുക വരുന്നത്. വെയിറ്റിന്റെ അടിസ്ഥാന യൂണിറ്റ് ഉണ്ട്. എല്ലാം ഏത് മണ്ട ക്വസ്റ്റ്യൻ ഇട്ടെന്ന് വിചാരിച്ചിരിക്കും. അങ്ങനെയല്ല. വെയിറ്റിന്റെ യൂണിറ്റ് എന്താണ്? എല്ലാവരും കിലോഗ്രാം. എന്റെ വെയിറ്റ് കിലോഗ്രാം ചെയ്തിരിക്കും. തെറ്റാണ്. ന്യൂട്ടനാണ്. അത് ചിന്തിക്കണം. ബുദ്ധിയുള്ളവരെ എഴുതാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ വെയിറ്റ് യൂണിറ്റ് ന്യൂട്ടൺ, മാസിന്റെ എന്താണ്? കിലോഗ്രാം. ഇപ്പൊ വായുവിലെ ഭാരം വെയിറ്റ് എന്താണ്? ന്യൂട്ടൺ. അതാണ് ഞാൻ എന്നെ നിട്ടേ. ഇവിടെ W1 എന്ന് കൊടുക്കണേ. W1 ഇവിടെ W2 ഇവിടെ ന്യൂട്ടൺ. N അവിടെ ഭാരക്കുറവ് കൊടുത്തിട്ടുണ്ട്. ഭാരക്കുറവ് 60 75 എഴുത്തോളെ കൃത്യം കല്ല് ലോകവർഷം 60 70 60 നോക്കിക്കോ. കല്ലില് സപ്പോസ് ഇതാണല്ലോ നമ്മൾ നേരത്തെ കല്ലാക്കി എടുത്ത്. അതിന്
ഭാരം, അതായത് വായുവിൽ നിൽക്കുമ്പോൾ ഇതിന്റെ ഭാരം എത്രയാണ്? 60 ന്യൂട്ടൺ. വായുവിൽ നിൽക്കുമ്പോൾ ഇങ്ങനെ നിൽക്കുന്നല്ല അർത്ഥം. അതായത് ഇപ്പൊ കയ്യിലിരിക്കുന്നു, ഇപ്പൊ വായുവിൽ നിൽക്കുന്നത് നമുക്ക് അങ്ങനെ എടുക്കാൻ പറ്റത്തുള്ളൂ, അതായത് ഇങ്ങനെ നിർത്താൻ പറ്റുള്ളൂ. അപ്പൊ വായുവിൽ എടുത്തപ്പോൾ ഇതിന്റെ കല്ലിന്റെ വെയിറ്റ് എത്ര? 60 ന്യൂട്ടൺ. 60 ന്യൂട്ടൺ വെയിറ്റ് 60 ന്യൂട്ടൺ. പക്ഷെ സ്വാഭാവികമായിട്ട് നമ്മൾ വെള്ളത്തിലെടുത്തിട്ടപ്പോൾ വെള്ളത്തിലിടുമ്പോൾ വെയിറ്റ് എന്ത് ചെയ്യും? കുറയും. കാരണം നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ കുളത്തിലായാലും നമ്മൾ കുളിക്കാൻ ചെല്ലുമ്പോൾ വലിയ കല്ല്, നല്ല വെയിറ്റുള്ള കല്ലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? ഈസി ആയിട്ട് ഉയർത്താൻ പറ്റും. വെള്ളത്തിന്റെ അടിയിൽ വെച്ച്, അല്ലാതെ പറ്റില്ല. വെള്ളത്തിന്റെ അടിയിൽ വെച്ച് എടുക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഉയർത്താൻ പറ്റും. അപ്പൊ വെള്ളത്തിൽ വെച്ച് ആകുമ്പോൾ ഇതിന്റെ വെയിറ്റ് സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും? കുറയും. വെയിറ്റ് എന്ത് ചെയ്യും? കുറയും. അത് എത്ര എടുത്തു? 45. അപ്പൊ വായുവിൽ 60, ജലത്തിൽ എത്ര? 45. അപ്പൊ ഭാരക്കുറവ്, അതായത് എത്ര ഭാരം കുറഞ്ഞു? സിമ്പിൾ. 60 എത്ര കുറച്ചാൽ മതി? 45 കുറച്ച്. 60 45 കുറക്കുമ്പോൾ എത്ര? 15 ന്യൂട്ടൺ. എത്രടാ? 15 ന്യൂട്ടൺ. ഇപ്പൊ കല്ലിന്റെ ഭാരം 60 ന്യൂട്ടൺ, ജലത്തിന്റെ എത്ര? 45. ഭാരക്കുറവ് എത്ര? 15 ന്യൂട്ടൺ. ഇനി അതുപോലെ ലോഹ കഷ്ണം എടുത്തു. ലോഹ കഷ്ണം എടുത്തപ്പോൾ അതിലിപ്പോ ഇപ്പൊ എന്താ പറയാ, ഇത് ലോഹ കഷ്ണം വായുവിലെടുത്തു. എത്ര? 75 ന്യൂട്ടൺ. ജലത്തിലെ ഭാരം എത്ര? 65. അപ്പൊ ഭാരക്കുറവ് എന്ന് പറയുന്നത് 75 എന്ത് ചെയ്യണം? 65 എന്ത് ചെയ്യണം? കുറയ്ക്കണം. അപ്പൊ എത്ര? 10 ന്യൂട്ടൺ. ഇങ്ങനെയാണ് പ്ലവക്ഷമ ബലം അല്ലെങ്കിൽ പ്ലവക്ഷമ ബലം അളക്കുന്നത്. പ്ലവക്ഷമ ബലം എന്ന് പറഞ്ഞാൽ താങ്ങി നിർത്തിയില്ലേ? പ്ലവക്ഷമ ബലം എന്ന് പറഞ്ഞാൽ അതിനെന്ത് ചെയ്യും? താങ്ങി നിർത്തും. ഈ താങ്ങി നിർത്തുന്ന ബലത്തിനെ പറയുന്ന പേരാണ് എന്ത്? പ്ലവക്ഷമ ബലം. അപ്പൊ നിങ്ങൾക്ക് ഇതാണ് ഇവിടുത്തെ പ്ലവക്ഷമ ബലം. അതായത് 60 ന്യൂട്ടൺ ഭാരമുള്ള കല്ലിനെ എടുത്ത് വെള്ളത്തിലിട്ടപ്പോൾ 45 ന്യൂട്ടനായിട്ട് മാറി. 45 ന്യൂട്ടനായിട്ട് കല്ലിന്റെ ഭാരം എന്ത് ചെയ്യും? 45 ന്യൂട്ടനായിട്ട് മാറി. അപ്പൊ അവിടുത്തെ പ്ലവക്ഷമ ബലം എത്ര? 15 ന്യൂട്ടൺ. ലോഹകഷ്ണത്തിന്റെ 75 ന്യൂട്ടൺ ഭാരം. ഇതെടുത്ത് വെള്ളത്തിലിട്ടപ്പോൾ ഇതെന്ത് ചെയ്തു? 65 ന്യൂട്ടനായിട്ട് വെയിറ്റ് എന്ത് ചെയ്തു? കുറഞ്ഞു. പൊങ്ങി കിടക്കുന്നത് താങ്ങി കിടക്കുന്നത് നിങ്ങൾ നോക്കണം. പൊങ്ങി കിടക്കുന്നത് താഴ്ന്നു കിടക്കുന്നത് നിങ്ങൾ ശ്രദ്ധിക്കണ്ട. നിങ്ങൾ ഈ പ്രോബ്ലം ഞാൻ ഇത് ചെയ്താൽ കണക്ട് ചെയ്യാൻ നേരത്തെ ചിലപ്പോൾ ഇത് തരില്ല. വായുവിലെ ഭാരം ചിലപ്പോൾ തരില്ല. ഇത് തരും 65 10. ജലത്തിലെ ഭാരം 65, ഭാരക്കുറവ് 10. അതായത് ജലത്തിലിട്ടപ്പോൾ 65 ഭാരക്കുറവ് 10 ന്യൂട്ടൺ കുറയുകയും ചെയ്തു. എന്നാ വായുവിൽ എത്ര? വായുവിൽ എന്ത് ചെയ്യണം? ഈ 65 10 എന്ത് ചെയ്താൽ മതി? കൂട്ടിയാൽ മതി. എത്ര കിട്ടി? 75. അപ്പൊ ഇത്ര എഴുതാൻ സിമ്പിളാണ്. അപ്പൊ നിങ്ങൾ കണ്ടുപിടിക്കാതെന്ന് പറഞ്ഞാൽ നിങ്ങൾ താഴെ ഇത് എഴുതിയതിനു ശേഷം താഴെ എഴുതാന്ന് പറഞ്ഞാൽ പ്ലവക്ഷമ ബലം ഇസ് ഈക്വൽ ടു പ്ലവക്ഷമ ബലം സമം വായുവിലെ ഭാരം മൈനസ് ജലത്തിലെ ഭാരം. ഈ യൂണിറ്റ് ന്യൂട്ടൺ ആണ്. ഭാരത്തിന്റെ യൂണിറ്റ് എന്താണ്? ന്യൂട്ടൺ. മാസിന്റെതാണ് എന്ത്? കിലോഗ്രാം. പിണ്ടത്തിന്റെ ആണ് എന്ത്? കിലോഗ്രാം. ക്ലിയർ ആയല്ലോ. ഇങ്ങനെയാണ് പ്രൊഫഷൻ സ്ഥിരം ചോദിക്കുന്നതാണ്. ഇപ്പൊ ഈ പറയണൊക്കെ രാമു രാജുവിനെ തന്നെ എടുക്കാം. ഒരു പരീക്ഷണശാലയിൽ രാമു നോക്കിയപ്പോൾ ജലത്തിന്റെ അകത്ത് കല്ലിന്റെ ഭാരം 70 ന്യൂട്ടൺ, ഭാരക്കുറവായി 30 ന്യൂട്ടൺ എന്ന് അദ്ദേഹത്തിന്റെ സയൻസ് ഡയറിയിൽ കുറിച്ചു. എന്നാൽ ആ കല്ലിന്റെ വായുവിലെ ഭാരം എത്ര? തിരിച്ചും മറിച്ചും ചോദിക്കുന്നത്. അപ്പൊ ഇത് തരത്തില്ല, അത് രണ്ടും തരും. ചിലപ്പോൾ ഇത് തരത്തില്ല, അത് രണ്ടും തരും. അപ്പൊ ബുദ്ധി ഒന്നും ഉപയോഗിക്കേണ്ട. പ്രത്യേകിച്ച് അങ്ങനെ വലുതായിട്ട് ബുദ്ധി ഉപയോഗിക്കാൻ ഒന്നുമില്ല. സിമ്പിളായിട്ട് കണ്ടുപിടിക്കാനേ ഉള്ളൂ. ക്ലിയർ ആയല്ലോ? ഇനി നമുക്ക് നോക്കാനുള്ളത് ചോദിക്കാനുള്ള കാര്യങ്ങൾ ഇവിടെയൊക്കെ നോക്കിയാൽ ലോഹ കഷ്ണത്തിന്റെ വെയിറ്റ് കുറയാൻ കാരണം എന്ത് ചോദിക്കും. കാരണം എന്താണ്? പ്ലവക്ഷമ ബലം. എന്താണ് പ്ലവക്ഷമ ബലം കൊണ്ട് അവിടുത്തെ വെയിറ്റ് എന്ത് ചെയ്യും? നഷ്ടപ്പെട്ടു. പ്ലവക്ഷമ ബലം എന്ന് പറഞ്ഞാൽ മുകളിലേക്ക് താങ്ങി കൊടുക്കുകയല്ലേ. അപ്പൊ അത്രയും വെയിറ്റ് എന്ത് ചെയ്യും? നഷ്ടപ്പെട്ടു. ഇവ കൊണ്ടിട്ടപ്പോ 75 നോക്കിയാണ്. ഇവ കൊണ്ടിടാൻ പോതാ 75 ന്യൂട്ടൺ ഭാരമുള്ള ലോഹ കഷ്ണം കൊണ്ടിട്ടു. അപ്പൊ ആര് പിടിച്ച് നിർത്താൻ ശ്രമിച്ച്? നമ്മൾ ജലം പിടിച്ച് മുകളിലേക്ക് ബലം കൊടുത്ത് പിടിച്ച് നിർത്താൻ ശ്രമിച്ചു.
അപ്പൊ അത്രയും വെയിറ്റ് എന്ത് ചെയ്തു? ഇത്രയും വെയിറ്റ് ആർക്ക് നഷ്ടമായി? ലോക കഷ്ടത്തിൽ എന്ത് ചെയ്തു? നഷ്ടപ്പെട്ടു. അതിന് കാരണം എന്ന് പറഞ്ഞാൽ ഇവൻ മുകളിലോട്ട് പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത്രത്തോളം വെയിറ്റ് അവിടെ എന്ത് ചെയ്തു? നഷ്ടപ്പെട്ടു. അത് എത്രത്തോളം നഷ്ടപ്പെട്ടു? 10 ന്യൂട്ടൺ നഷ്ടപ്പെട്ടു. അപ്പൊ ആ 10 ന്യൂട്ടൺ നഷ്ടപ്പെടാൻ കാരണം എന്ത് ബലം? പ്ലവക്ഷമ ബലം. അപ്പൊ നിങ്ങളായാലും ആരായാലും ഇപ്പൊ നിങ്ങളൊരു 10 കിലോ നല്ലൊരു 20 കിലോ വെയിറ്റ് നിങ്ങൾ താങ്ങി പിടിച്ച് നിർത്തിയിരിക്കുന്നു. ഈ 20 കിലോയിൽ നിങ്ങൾക്ക് താങ്ങി നിർത്താൻ പറ്റത്തില്ല. ഒരു എന്താ പറയാ, ഒരു 5 കിലോളം താങ്ങി നിർത്താൻ പറ്റും. പിന്നെ പതുക്കെ എന്ത് ചെയ്യും? താഴേക്ക് വരും. അതായത് ആ 5 കിലോ അവിടെ ആർക്ക് നഷ്ടപ്പെട്ടു? ആ വസ്തുവിനവിടെ നഷ്ടപ്പെട്ടു. അതുപോലെ തന്നെയാണ് ഇതും. പ്രത്യേകിച്ച് നോക്കാമെന്നില്ല, പ്ലവക്ഷമ ബലം കണ്ടുപിടിക്കാനുള്ള ചോദ്യം ചോദിക്കും. പിന്നെ 2 റീസൺ ചോദിക്കും, എന്തുകൊണ്ടാണ് ഈ ബലം വന്നത്? പ്ലവക്ഷമ ബലം സിമ്പിൾ. അപ്പൊ നോക്കിക്കോണ്ടേ, അതായത് കല്ലിട്ടപ്പോ വെള്ളത്തിലിട്ടപ്പോ ഇത്രയും വ്യത്യാസമൊന്നു. എന്നാൽ ഇതേ വ്യത്യാസമായിരിക്കുമോ മണ്ണെണ്ണയിലിട്ടാൽ, അല്ലെങ്കിൽ തേനിലിട്ടാൽ, അല്ലെങ്കിൽ ഉപ്പ് വെള്ളത്തിലിട്ടാൽ? ശ്രദ്ധിച്ച് ചോദിക്കുക, ഈ ഉപ്പ് വെള്ളത്തിൽ പുഴുങ്ങിയ മുട്ട പൊങ്ങിക്കിടക്കും. എന്നാൽ സാധാരണ വെള്ളത്തിലാണ് എന്ത് ചെയ്യുന്നത്? താങ്ങുന്നത്. അതിനൊക്കെ വ്യത്യാസമുണ്ട്. അതൊക്കെ ചോദിക്കുന്നതാണ്. നമുക്ക് അതിൻ്റെയൊക്കെ പ്രത്യേകം, അതായത് എന്തൊക്കെ കാര്യങ്ങളാണ് പ്ലവക്ഷമ ബലത്തിനെ കേന്ദ്രീകരിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് അതിനെ ആശ്രയിച്ചിരിക്കുന്നത്, എന്തൊക്കെ മാറിയാൽ പ്ലവക്ഷമ ബലം മാറാം. അപ്പോൾ ചൂട് കൂടിയ പ്ലവക്ഷമ ബലം കൂടുമോ, അല്ലെങ്കിൽ അതിൻ്റെ സാന്ദ്രത കൂടിയ പ്ലവക്ഷമ ബലം കൂടുമോ കുറയുമോ, എന്താണ്? ഉപ്പ് വെള്ളം താങ്ങും. ചാവുകടലിനെ പറ്റിയാണ്. ചാവുകടൽ നെറ്റിലൊക്കെ നോക്കിയാൽ, ഡെഡ് സീ നോക്കിയാൽ ഈ ചാവുകടലിൻ്റെ നടുക്കാണ് ആൾക്കാർ കിടന്ന് പത്രമൊക്കെ വായിക്കുന്നത്. അതായത് താങ്ങ് പോവില്ല, കടലിന് പൊങ്ങിക്കിടക്കും. ജോർദാനിലെവിടെയാണ്, ഏതോ രാജ്യത്താണ്, ജോർദാനിലെവിടെയാണ്. അവിടെ നോക്കിയാൽ നിങ്ങൾ നെറ്റ് ചുമ്മാ ഡെഡ് സീ എന്നൊക്കെ കഴിച്ചു അപ്പോൾ കുറേ പത്രം വായിച്ചിരിക്കുകയാണ് ആ കടലിൻ്റെ നാട്ടിൽ. അതായത് താന്ന് പോകില്ല. അതായത് അവിടുത്തെ ഉപ്പ് വെള്ളത്തിന് പ്ലവക്ഷമ ബലം വളരെ വളരെ കൂടുതലാണ്. വെയിറ്റ് താങ്ങി നിർത്തും. അതിൻ്റെ പ്രത്യേകത അതൊക്കെ എന്താണെന്ന് പഠിക്കാം. അപ്പം നിങ്ങൾ എഴുതേണ്ടത് പ്ലവക്ഷമ ബലത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ. ക്ലാസ് കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്യണേ. നിങ്ങൾക്ക് ഇതിന്റെ ഗുണം എപ്പോഴായാലും കിട്ടും. നിങ്ങൾ ആയിരിക്കും വെറുതെ ഇരിക്കുന്നത്, അങ്ങനെ ഒന്നും ചിന്തിക്കരുത്. എപ്പോഴായാലും നിങ്ങൾക്ക് ഇതിന്റെ ഗുണം കിട്ടും. ആ എക്സാം എഴുതുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും. പ്ലവക്ഷമ ബലത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ. നിങ്ങൾ ഈ സമയത്ത് തന്നെ ബേസിക് ആയിട്ടുള്ള കണക്ക്, അതായത് അടിസ്ഥാനമായിട്ടുള്ള കണക്കിന്റെ കുറച്ച് കാര്യങ്ങൾ ചെയ്ത് പഠിക്കണം. ഇപ്പൊ പട്ടിക അറിയാത്തവർ പട്ടിക പഠിക്കണം. ഡിവൈഡ് ചെയ്യാനുള്ളത് ഡിവൈഡ് ചെയ്ത് പഠിക്കണം. പിന്നെ ദശാംശം അങ്ങോട്ടുള്ള അങ്ങോട്ട് ഫിസിക്സിലായാലും അങ്ങോട്ട് അതേ ഉള്ളൂ. മാത്സും ഫിസിക്സും അറിയാവുന്ന, അതായത് ആ രണ്ടും അയ്യനും ചേട്ടനും പോലെയാണ്. ഫിസിക്സിന് അറിയാമെങ്കിൽ മാത്സിന് അറിയാമെങ്കിൽ ഫിസിക്സിന് അറിയാം. അങ്ങനെ അത്ര അയ്യനും ചേട്ടന് ഇവനെ അറിഞ്ഞൂടെ, ഫിസിക്സിനെ അറിഞ്ഞൂടെങ്കിൽ മാത്സിനെ അറിയാൻ പറ്റും. അതാണ് വേറെ പ്രശ്നം. അതായത് ഇപ്പൊ ചില കാര്യങ്ങൾ, ചില പ്രോബ്ലം, ഇതിൽ തന്നെ പ്രോബ്ലം വരും. ഇപ്പൊ 6x = 36. ഞാൻ ഇതൊക്കെ പറയാൻ കാരണം നിങ്ങൾ ബേസിക്കാണ്. അങ്ങോട്ടൊക്കെ പോകുമ്പോൾ ഫുള്ള് മാത്സ്. നിങ്ങൾക്ക് ആ ഒരു അടിസ്ഥാനം അറിയാൻ നിങ്ങൾ നന്നായിട്ട് മനസ്സിലാവും. അതുകൊണ്ടാണ് ഫിസിക്സിനായാലും മാത്സ് ഞാൻ ഇതൊക്കെ പറയാൻ കാരണം പറഞ്ഞാൽ അടിസ്ഥാനമാണ്. നമുക്ക് നല്ലൊരു അടിസ്ഥാനം ഉണ്ടെങ്കിൽ നല്ലൊരു കെട്ടിടം നമുക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെയാണ് മാത്സിൻ്റെ അടിസ്ഥാനം ഉണ്ടെങ്കിൽ നിങ്ങൾ ഫിസിക്സിൻ്റെയും മാത്സിൻ്റെയും കെമിസ്ട്രിയുടെയും ബയോളജിയുടെയും എല്ലാം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും. ഇപ്പം 6x = 36. 6x എന്ന് പറയുന്നത് 36ആണ്. ഈ 6x എന്ന് പറയുന്നത് 6 × x ആണ്. 6 × x ആണ്. 6 × x ആണ്. 6x = എത്ര? 36. ഇവിടെ നീ എക്സിനെ കണ്ടുപിടിക്കണമെങ്കിൽ ഇവിടെ ഗുണം ചെയ്ത, അതായത് മൾട്ടിപ്ലൈ ചെയ്ത എക്സ് ഗുണിക്കുക, അതായത് എക്സിനെ കൊണ്ട് ഗുണിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഈ ഗുണിച്ചതിനെ = അപ്പുറത്ത് പോകുമ്പോൾ എന്താവും? ഈ സമത്തിന്റെ അപ്പുറത്ത് പോകുമ്പോൾ എന്താവും? ഭാഗിക്കും. അപ്പൊ 36/6. ഇതുപോലുള്ള അടിസ്ഥാനപരമായിട്ടുള്ള മാത്സിൽ കുറച്ച് കാര്യങ്ങളുണ്ട്. മൈനസ്, പ്ലസ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട്. അത് പഠിക്കണം. അത് പഠിച്ചാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ. കാരണം പ്രത്യേകിച്ച് ഫിസിക്സിൽ
ഫുള്ള് പ്രോബ്ലമേ ഉള്ളൂ. പ്രോബ്ലം അത് അറിയാമെങ്കിൽ നിങ്ങൾക്ക് പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഫുള്ള് ബേസിക്കേ ഉള്ളൂ, ബേസിക് പ്രോബ്ലം. സോറി, ഞാൻ ടോപ്പിക്ക് മാറ്റിയതല്ല, എന്നാലും നിങ്ങൾ അത് അറിഞ്ഞിരിക്കും. കാരണം ഇനി അങ്ങോട്ടുള്ള ചാപ്റ്ററായ ഗുരുത്വാകർഷണം, പിന്നെ കറണ്ട് ഇലക്ട്രിസിറ്റി, അതായത് ഇലക്ട്രിസിറ്റി, അങ്ങനെയുള്ള ചാപ്റ്ററിൽ അത്രയും ഇത് പ്രോബ്ലംസേ ഉള്ളൂ. അതാണ് പ്രശ്നം. അപ്പോൾ നിങ്ങൾ ഈ ഒരു എഴുതിയതിനു ശേഷം ഈ ഒരു ബോക്സ് ഉണ്ടായിരിക്കണം. ഈ ഒരു ബോക്സ് ദ്രവം ബോക്സ് വരയ്ക്കണം. ദ്രാവകം, പിന്നെ കല്ലിന്റെ ഭാരം, ദ്രാവകത്തിൽ. ഭാരത്തിന്റെ യൂണിറ്റ് ന്യൂട്ടൺ അറിയാമല്ലോ, അറിയാമെന്ന് വിശ്വസിക്കുന്നു. കല്ലിന്റെ ഭാരം ദ്രാവകം. പിന്നെ കല്ലിനുണ്ടായ ഭാരക്കുറവ്, ഭാരക്കുറവ് നേരത്തെ ചെയ്തതുപോലെ തന്നെ ഭാരക്കുറവ്, കല്ലിനുണ്ടായ ഭാരക്കുറവ്. വരച്ചെടുത്തോ? ദ്രാവകം, കല്ലിന്റെ ഭാരം, കല്ലിനുണ്ടായ ഭാരക്കുറവ്. പഠിക്കണേ, ഓൺലൈൻ ക്ലാസ് കൃത്യം ഫോളോ ചെയ്യണേ. ഈ സമയത്തൊക്കെ പഠിക്കുക. ജൂലൈ ആകുമ്പോൾ അടുത്ത മാസം ഓണപരീക്ഷയ്ക്ക് വരേണ്ട സമയമാണ്. അതുകൊണ്ട് അത്രത്തോളം നിങ്ങൾ പഠിച്ച് അഡ്വാൻസ് ആയി നിൽക്കണം. വരച്ചെന്ന് വിശ്വസിക്കുന്നു. ദ്രാവകത്തിൻ്റെ അവിടെ എഴുതേണ്ടത് ജലം, ഉപ്പ്, വെള്ളം, മണ്ണെണ്ണ. അല്ലേ വേണ്ട, മണ്ണെണ്ണ, ജലം, ഉപ്പ്, വെള്ളം. മണ്ണെണ്ണ, ജലം, ഉപ്പ്, വെള്ളം. അല്ല, ഈ ബോക്സിന്റെ അടിയിലായിട്ട് കൊടുക്കണം. ബോക്സിന്റെ അടിയിലായിട്ട് ഇത് ക്ലോസ് ചെയ്തതിനു ശേഷം ഈ ബോക്സിന്റെ താഴെ എഴുതാന്ന് പറഞ്ഞാൽ കല്ലിന്റെ ഭാരം അത് എഴുതാൻ പറ്റും. കല്ലിന്റെ ഭാരം വായുവിൽ, ബ്രാക്കറ്റിൽ വായുവിൽ 10 ന്യൂട്ടൺ. എഴുതിക്കോ. ഇത് ഏറ്റവും കൂടുതൽ എഴുതാൻ ഞാൻ മുകളിൽ സ്ഥലമില്ലാത്ത. കല്ലിന്റെ ഭാരം വായുവിൽ 10 ന്യൂട്ടൺ. എഴുതിക്കോ, 10 ന്യൂട്ടൺ. കല്ലിന്റെ ഭാരം വായുവിൽ 10 ന്യൂട്ടൺ. ഈ ഒരു പരീക്ഷ നമ്മൾ ഒറ്റ കല്ല് യൂസ് ചെയ്തു. ഒരു കല്ല് മാത്രം പരീക്ഷിക്കുള്ളൂ. അതായത് കല്ലിന്റെ ഭാരത്തിനാണ് 10 ന്യൂട്ടൺ. ഇതാണ് ആ കല്ല്, ഇതാണ് 10 ന്യൂട്ടൺ. ഈ കല്ല് തന്നെ മണ്ണെണ്ണയിലും ജലത്തിലും ഉപ്പുവെള്ളത്തിലൊക്കെ ഇട്ടുകൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ കല്ലിന്റെ ഭാരം ഇതിപ്പോൾ എയറിൽ എത്ര തന്നെ 10 ന്യൂട്ടൺ. അതിന് മാറ്റം വരത്തില്ല, അതിന് മാറ്റം ഒരിക്കലും വരില്ല. പക്ഷെ നമുക്ക് കല്ലിന്റെ ഭാരം ദ്രാവകത്തിൽ വ്യത്യാസമുണ്ട്. കാരണം വെള്ളം മാത്രമല്ല നമ്മൾ ഉപയോഗിക്കുന്നത്. ആരൊക്കെ ഉപയോഗിക്കുന്നു? മണ്ണെണ്ണ ഉപയോഗിക്കുന്നുണ്ട്, ജലം ഉപയോഗിക്കുന്നുണ്ട്, ഉപ്പുവെള്ളം ഉപയോഗിക്കുന്നു. ഓരോരുത്തർക്കും ഓരോന്നായി. നോക്കാം. അപ്പൊ ഇത് ഇനി മാറ്റാമില്ല. ഇത് 10 ന്യൂട്ടൺ തന്നെയാണ്. കല്ലിന്റെ ഭാരം വായു എത്രയാണ്? 10 ന്യൂട്ടൺ. ഇത് മാറ്റമില്ല. ഇതിനി മാറ്റം. ഈ ഒരു സാധനം വെച്ച് തന്നെ നമ്മൾ എന്ത് ചെയ്യും? കല്ലിൽ ഓക്കെ, എന്നാൽ കല്ലിൽ, മണ്ണെണ്ണയിലും ജലത്തിലും വെള്ളത്തിലും ഈ ഒറ്റ സാധനം വെച്ച്. അപ്പൊ നമ്മൾ നോക്കാം. മണ്ണെണ്ണയിലിട്ടപ്പോൾ കല്ലിന്റെ ഭാരം മണ്ണെണ്ണയിൽ, ദ്രവകത്തിന് ഞാൻ വിട്ടേക്കുന്നു. കല്ലിന്റെ ഭാരം മണ്ണെണ്ണയിൽ എത്ര? 7. എത്രയാണ്? 7 ന്യൂട്ടൺ. 7 ന്യൂട്ടൺ. അപ്പൊ കല്ലിനുണ്ടായ ഭാരക്കുറവ് നമ്മൾ നേരത്തെ എങ്ങനെ വിളിച്ചു? ഭാരക്കുറവ് കല്ലിന്റെ ഭാരം വായുവിൽ മൈനസ് കല്ലിന്റെ ഭാരം ദ്രാവകത്തിൽ. കല്ലിന്റെ ഭാരം വായുവിൽ മൈനസ് കല്ലിന്റെ ഭാരം ദ്രാവകത്തിൽ. അപ്പൊ 10 - 7 എത്രയായിട്ടും? 10 - 7 എത്രയാണ്? 3 ന്യൂട്ടൺ.
3 ന്യൂട്ടൺ. 10 - 7 3 ന്യൂട്ടൺ. ആ മണ്ണെണ്ണയിൽ ഇട്ടപ്പോൾ 7 മണ്ണെണ്ണ ഇട്ട. അത് ബാക്കി എൻ്റെ ഇത് പറയാം, റീസൺ പറയാം, അതിൻ്റെ കാരണം പറയാം. ഇനി ജലം. ജലത്തിൽ കല്ലിട്ടപ്പോൾ അതേ കല്ല്, ആ മുക്കിയെടുത്ത അതേ കല്ല് എന്ത് ചെയ്യും? 10 ന്യൂട്ടൺ കല്ലിന് എന്ത് ചെയ്യും? എഴുതപ്പോൾ 10 എത്രയാണ്? 10 - 6. അതായത് ദ്രാവകത്തില് കല്ലിന്റെ ഭാരം, ദ്രാവകത്തില് കല്ലിന്റെ ഭാരം എത്രയാണ്? 6. എത്രയാണ്? 6. അപ്പൊ 10 - 6. 10 - 6 എത്ര? 10 - 6 എത്ര? 4 ന്യൂട്ടൺ. 4 ന്യൂട്ടൺ. ന്യൂട്ടൺ മറന്നുപോലേ? അയ്യോ, കല്ല് പോയി. കല്ല്. ഇനി ഉപ്പുവെള്ളം. ഉപ്പുവെള്ളത്തിൽ ഇട്ടപ്പോൾ കല്ലിന്റെ ഭാരം ഉപ്പുവെള്ളത്തിൽ എത്ര? 5 ന്യൂട്ടൺ. 5 ന്യൂട്ടൺ. അപ്പൊ 10 - 5. 10 - 5 എത്രടാ? 5 ന്യൂട്ടൺ. അപ്പൊ ഈ ഒരു കല്ല്, 10 ന്യൂട്ടൺ ഭാരമുള്ള കല്ല് മണ്ണെണ്ണയിലും ജലത്തിലും ഉപ്പുവെള്ളത്തിൽ ഇട്ടപ്പോൾ ഭാരക്കുറവിന് വ്യത്യാസം ഉണ്ട്. ആ കല്ലിന്റെ ഭാരം ദ്രാവകത്തിൽ എന്തുണ്ട്? വ്യത്യാസമുണ്ട്. എന്തുകൊണ്ട്? അതായത് ഒരേ കല്ലിട്ടപ്പോൾ ഓരോരുത്തർക്കും ഓരോ വെയിറ്റ്. അത് എന്തുകൊണ്ട്? അതാണ് പ്ലവക്ഷമ ബലത്തിന്റെ വ്യത്യാസം. പ്ലവക്ഷമ ബലം ഒരാളെ ആശ്രയിച്ചിരിക്കും. ആ ആൾ ആരാണെന്ന് അറിയാമോ? സാന്ദ്രത. എന്താണ്? സാന്ദ്രത. ദ്രാവകത്തിന്റെ സാന്ദ്രത. എഴുതണ്ട, എപ്പോഴും പറയാം, എന്നോടെ പറയാം. ദ്രാവകത്തിന്റെ സാന്ദ്രതയെ ആശ്രയിച്ചിരിക്കും. നമുക്ക് ശ്രദ്ധിച്ചു നോക്കാം. നമ്മൾ വെള്ളത്തിൽ മണ്ണെണ്ണ എടുത്ത് വെച്ചു. ഈ മണ്ണെണ്ണ എന്ന സാധനത്തിൽ, ഈ മണ്ണെണ്ണയ്ക്കകത്താണ് സോഡിയവും പൊട്ടാസ്യവും പെട്ടെന്ന് കത്തിപ്പിടിക്കും. അതാണ് മണ്ണെണ്ണയ്ക്കകത്ത് ഉപയോഗിക്കുന്ന അകത്തുള്ള ആൾക്കാരാണ് സോഡിയം പൊട്ടാസ്യം. വെറുതെ പറയുന്നേ ഉള്ളൂ. അപ്പോൾ ഈ ജലത്തിൻ്റെ അകത്ത് മണ്ണെണ്ണ എടുത്ത് വെച്ചു. സ്വാഭാവികമായിട്ടും ജലത്തിൻ്റെ മുകളിൽ എന്ത് കിടക്കും? മണ്ണെണ്ണ ഒഴുകിക്കിടക്കും. ഇതിന് കാരണം എന്ന് പറയുന്നത് ജലത്തിന് സാന്ദ്രത കൂടുതലാണ്. ആരേക്കാൾ? മണ്ണെണ്ണേക്കാൾ. അതായത് ജലം പ്രയോഗിക്കുന്ന പ്ലവക്ഷമ ബലം കൂടുതലാണ്. ആരേക്കാൾ? മണ്ണെണ്ണേക്കാൾ. അതുകൊണ്ടാണ് ഈ മണ്ണെണ്ണ ഒഴുകിക്കിടക്കുന്നത്. ഈ മണ്ണെണ്ണ ഒഴുകിക്കിടക്കാൻ കാരണം എന്താണ്? പ്ലവക്ഷമ ബലം അല്ലെങ്കിൽ സാന്ദ്രത. ഈ സാന്ദ്രത കൂടുതലായതുകൊണ്ടാണ് ഇത് ഒഴുകിക്കിടക്കുന്നത്. അപ്പൊ നമുക്കിവിടെ എല്ലാം ശ്രദ്ധിക്കാം. മണ്ണെണ്ണ ഈ കല്ലെടുത്തിട്ടപ്പോൾ മണ്ണെണ്ണയ്ക്കകത്ത് എത്രയാണ് വെയിറ്റ്? മണ്ണെണ്ണയ്ക്കകത്ത് ഈ കല്ലിന്റെ വെയിറ്റ് എത്രയാണ്? 7 ന്യൂട്ടൺ. അതായത് കല്ലിന് ഭാരമാറ്റം എത്ര ഉണ്ടായിരുന്നു? 3. അതായത് ഇപ്പൊ വരച്ചു നോക്കാം. ഇത് മണ്ണെണ്ണ. നമ്മളെ കല്ലെവിടെ? ഈ കല്ലെടുത്തിട്ടു. വായു എത്രയായിരുന്നു? 10. എടുത്തിട്ടപ്പോൾ കല്ലിന്റെ ഭാരം ദ്രാവകത്തിൽ 7 ന്യൂട്ടൺ. അതായത് 10 എന്തായി? 7 ആയി. 10 എന്തായി? 7 ന്യൂട്ടൺ. 7 എത്രയോ വ്യത്യാസം വന്നുള്ളൂ. 3 ന്യൂട്ടൺ മാത്രമേ ആൾക്ക് പിടിച്ചെടുത്താൻ പറ്റുള്ളൂ. മണ്ണെണ്ണയ്ക്ക് 3 ന്യൂട്ടൺ വരെ പിടിച്ചെടുത്താൻ പറ്റും. ബാക്കി 7 ന്യൂട്ടനും പോയി. അത് താഴേക്ക് എന്ത് പോയി? കല്ല് താഴേക്ക് പോയി. 3 ന്യൂട്ടൺ വരെ പിടിച്ചെടുത്താൻ പറ്റുള്ളൂ. അതായത് മണ്ണെണ്ണയ്ക്ക് സാന്ദ്രത കുറവായത് കൊണ്ടാണ് ഈ 3 ന്യൂട്ടൺ മാത്രം എന്ത് ചെയ്യാൻ പറ്റും? അതിന് പിടിച്ചെടുക്കാൻ കഴിയുള്ളൂ. അതായത് മണ്ണെണ്ണയ്ക്ക് പ്ലവക്ഷമ ബലം കുറവായതുകൊണ്ടാണ്. ഞാൻ വേറൊരു കാര്യം കൂടെ കുറവാണെന്ന്. മണ്ണെണ്ണയ്ക്ക് സാന്ദ്രതയും എന്താണ്? കുറവാണ്. കട്ടി കുറവാണ്. ശ്രദ്ധിച്ചു നോക്കിയാൽ മണ്ണെണ്ണയ്ക്ക് കട്ടിയും കുറവാണ്. അതായത് സാന്ദ്രത കുറവാണ്. അപ്പൊ സാന്ദ്രത കുറഞ്ഞാൽ പ്ലവക്ഷമ ബലവും കുറയും. സാന്ദ്രത കുറഞ്ഞാൽ പ്ലവക്ഷമ ബലവും കുറയും. അതാണ് ആദ്യത്തെ കാര്യം. അതായത് നമ്മൾ എന്തിനേക്ക് ആശ്രയിക്കുന്ന അറിയില്ല. ഇതാകുമ്പോൾ ദ്രാവകത്തിന്റെ സാന്ദ്രത കുറയും തോറും പ്ലവക്ഷമ ബലവും കുറയും. അല്ലെങ്കിൽ ദ്രാവകത്തിന്റെ സാന്ദ്രത കൂടും തോറും പ്ലവക്ഷമ ബലവും കൂടും. അതാണ് ഉപ്പുവെള്ളം. ആ ഉപ്പുവെള്ളത്തിന് സാന്ദ്രത വളരെ കൂടുതലാണ്. ഞാൻ നേരത്തെ പറയില്ല, ചാവടല്ലേ? ഉപ്പുവെള്ളത്തിന് സാന്ദ്രത വളരെ കൂടുതലാണ്. അതുകൊണ്ടാണ് പുഴുങ്ങിയ മുട്ട ഒരു ഉപ്പുവെള്ളത്തിൽ എന്ത് ചെയ്യുന്നത്? പൊങ്ങിക്കിടക്കുന്നത്. പക്ഷെ അതേ സമയം സാധാരണ വെള്ളത്തിൽ ഇട്ട് വയ്ക്കാൻ താമങ്ങ് പോകും. അപ്പോൾ ഉപ്പുവെള്ളത്തിന് സാന്ദ്രത വളരെ കൂടുതലായതുകൊണ്ട് ഇത് അത്രത്തോളം പ്ലവക്ഷമ ബലം എന്ത് ചെയ്യും?
മുകളിലേക്ക് കൊടുത്തോണ്ട് ഈ എത്ര വെയിറ്റ് ഇട്ടല്ല വന്നോളാം കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും താങ്ങി നിർത്തും. അപ്പം അത്രത്തോളം വെയിറ്റ് എന്ത് ചെയ്യും താങ്ങി നിർത്തും. അതിന് താങ്ങി നിർത്തണമെങ്കിൽ ഉപ്പുവെള്ളത്തിന് സാന്ദ്രത വളരെ കൂടുതലായിരിക്കും. ഉപ്പുവെള്ളത്തിന് സാന്ദ്രത വളരെ കൂടുതൽ, ഉപ്പുവെള്ള സാന്ദ്രത വളരെ കൂടുതലാണ്. അപ്പം നമ്മൾ ശ്രദ്ധിക്കണം, നമ്മൾ പഠിക്കേണ്ടത് പ്ലവക്ഷമ ബലം ആരെയെല്ലാം ആശ്രയിച്ചിരിക്കുന്നു എന്ന് ചോദിച്ചാൽ ദ്രാവകത്തിന്റെ സാന്ദ്രത എന്തിനായിരിക്കും? ദ്രാവകത്തിന്റെ സാന്ദ്രത ഡിപ്പെൻഡ് ചെയ്തിരിക്കും ആയിരിക്കുന്നത് പ്ലവക്ഷമ ബലം. അതായത് സാന്ദ്രത ഉപ്പുവെള്ളത്തിന് നിങ്ങൾ ചാവടന്റെ ആലോചിച്ചല്ലോ ഡെഡ് സീ, അവിടെ ഉപ്പിന്റെ അംശം വളരെ കൂടുതലാണ്. അവിടെ ഉപ്പിന്റെ അംശം വളരെ കൂടുതലാണ്. അവിടെ ആൾക്കാരെടുത്ത് കാണാനും മറിഞ്ഞാലും ഒന്നും പറ്റില്ല, അവിടെ ഇങ്ങനെ പൊങ്ങിക്കണം. അപ്പൊ നിങ്ങൾ ആ ഒരു കാണാൻ പഠിക്കരുത്. അപ്പൊ ഉപ്പുവെള്ളത്തിന് സാന്ദ്രത കൂടുതൽ, ഉപ്പുവെള്ളത്തിന് സാധനം മുട്ടയുടെ ആലോചിച്ചു ഉപ്പുവെള്ളത്തിന് സാന്ദ്രത കൂടുതൽ, അതുകൊണ്ട് ഇത് പൊങ്ങിക്കിടക്കുന്നു. അപ്പൊ പൊങ്ങിക്കിടക്കണമെങ്കിൽ അത്രത്തോളം പ്ലവക്ഷമ ബലം കൂടുതൽ കൊടുത്താലേ ഇത് എന്ത് ചെയ്യും പൊങ്ങിക്കിടക്കും. അപ്പൊ ദ്രാവകത്തിന്റെ സാന്ദ്രത കൂടുന്തോറും പ്ലവക്ഷമ ബലം എന്ത് ചെയ്യും കൂടും. അതുപോലെ തന്നെ ദ്രാവകത്തിന്റെ സാന്ദ്രത കുറയും തോറും പ്ലവക്ഷമ ബലം കുറയും. കണ്ട മണ്ണെണ്ണയ്ക്ക് ഇത്ര ന്യൂട്ടനെ പിടിച്ചെടുക്കാൻ പറ്റുള്ളൂ, 3 ന്യൂട്ടൺ മാത്രമേ പിടിച്ചെടുക്കാൻ പറ്റുള്ളൂ. പക്ഷെ അതേസമയം ഉപ്പുവെള്ളത്തിൽ എത്ര പിടിച്ചെടുക്കാൻ പറ്റി? 5 ന്യൂട്ടൺ വരെ എന്ത് ചെയ്യാൻ പറ്റും പിടിച്ചെടുക്കാൻ പറ്റും. 5 ന്യൂട്ടൺ. അതായത് മണ്ണെണ്ണയിൽ വളരെ പെട്ടെന്ന് താന്നു പോകും, പക്ഷെ ഉപ്പുവെള്ളത്തിന് അങ്ങനെ എന്ത് ചെയ്യും താന്നു പോകില്ല, കുറച്ച് പൊങ്ങി കിടക്കും, പിടിച്ചു നിർത്തുവേ. അപ്പം നിങ്ങൾ ഇത് എഴുതിയതിന് ശേഷം എഴുതേണ്ടതെന്ന് പറഞ്ഞാൽ അതിന് മുന്നേ നമുക്ക് ദ്രാവകത്തിന്റെ ഓരോ ദ്രാവകത്തിനും സാന്ദ്രത എന്താണ് നോക്കാം. ഇത് എഴുതിയെടുത്തു എന്ന് വിശ്വസിക്കുന്നു. നമുക്ക് അവസാനം കണ്ടുകൊണ്ട് ഇതിപ്പോൾ എഴുതണ്ട, അവസാനം കണ്ടുകൊണ്ട് അതൊന്നുമില്ല. ഒരു ചെറിയൊരു ബോക്സ് ഉണ്ട് പഠിച്ചോളൂ. ഇന്ന് തന്നെ പഠിക്കില്ല, ഇന്ന് പഠിക്കാൻ വെറും 10 മിനിറ്റ് മതി. നാളത്തേക്കാക്കി അത് അരമണിക്കൂറാവും, മറ്റന്നാളത്തേക്കായ 1 മണിക്കൂറാവും. പിന്നെ നോക്കാതിരിക്കും നല്ല ഒന്നും മനസ്സിലാവില്ല. അതുകൊണ്ട് ഇന്ന് തന്നെ നോക്കണേ, 10 മിനിറ്റ് മതി. ഇത് നോക്കാം എത്ര നേരമാണ്, ഇപ്പൊ തന്നെ ഇരുന്ന് നോക്കുക. പിന്നെ പഠിക്കണം, ഇടയ്ക്കിടയ്ക്ക് പഠിച്ചോളണം. ഈ ബോക്സിൽ വരയ്ക്കണം, ഈ ബോക്സും കൂടെ എഴുതണേ. ഈ ബോക്സ് എന്ന് പറയുമ്പോൾ രണ്ട് ബോക്സ്, ദ്രാവകവും സാന്ദ്രതയും. ദ്രാവകം ജലം, മണ്ണെണ്ണ, പിന്നെ ഉപ്പുവെള്ളം. സാന്ദ്രതയുടെ യൂണിറ്റ് ചോദിച്ചിട്ടുണ്ട്. അത് ആദ്യം സാന്ദ്രത എന്ന് പറഞ്ഞാൽ സാന്ദ്രത എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള യൂണിറ്റ് കണ്ടുപിടിക്കുക. എങ്ങനെയുണ്ട് സാന്ദ്രത എന്ന് പറഞ്ഞാൽ മാസ് ഭാഗം വോളിയം. മാസ് ഭാഗം എന്താണ്? വോളിയം. അല്ലെങ്കിൽ വ്യാപ്തം എന്ന് പറയും. മാസ് ഭാഗം വ്യാപ്തം. മാസിന്റെ യൂണിറ്റ് എന്താണെന്ന് നിങ്ങൾക്കറിയാം. മാസ് ഞാൻ നേരത്തെ പറഞ്ഞത് ഭാരത്തിന്റെ യൂണിറ്റ് ന്യൂട്ടനും, മാസിന്റെ യൂണിറ്റ് എന്താണ്? കിലോഗ്രാം. മാസിന്റെ യൂണിറ്റ് എന്താണ്? കിലോഗ്രാം. മാസ് കിലോഗ്രാം ഭാഗം വ്യാപ്തം എന്ന് പറഞ്ഞാൽ നമ്മൾ വ്യാപ്തം ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്. ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്, നീളം ഗുണം വീതി ഗുണം ഉയരം. മീറ്റർ ഇൻറ്റു മീറ്റർ സ്ക്വയർ. മീറ്റർ സ്ക്വയർ ഇൻറ്റു മീറ്റർ ക്യൂബ്. കിലോഗ്രാം മീറ്റർ ക്യൂബ്. ഇതാണ് അതിൻ്റെ യൂണിറ്റ്, കിലോഗ്രാം മീറ്റർ ക്യൂബ്. ജലത്തിൻ്റെ സാന്ദ്രത 1000. മണ്ണെണ്ണ 825. ഉപ്പുവെള്ളം 1025. അതായത് സാന്ദ്രത ഉപ്പുവെള്ളത്തിന് വളരെ കൂടുതൽ, മണ്ണെണ്ണയ്ക്ക് വളരെ കുറവ്.